ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ റിസർവ് ബാങ്ക് വലിയ പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ RBIയുടെ 90ാം വാർഷിക പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. അധിക കടമെടുപ്പിനായുള്ള കേരളത്തിന്റെ പ്രധാന ഹർജി സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം സജീവം. 2ാം-ഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള പത്രികാ സമർപ്പണം വ്യാഴാഴ്ച വരെ. പൊതുജന സേവന പ്രക്ഷേപണ രംഗത്തെ മികവുമായി ആകാശവാണി തിരുവനന്തപുരം നിലയം 75ാം വർഷത്തിലേക്ക്. വാർഷികാഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഹൈദരാബാദ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ റിസർവ് ബാങ്ക് വലിയ പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളെ കൃത്യമായി പിടിച്ചുകെട്ടാൻ കേന്ദ്ര ബാങ്കിന് കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയുടെ രൂപാന്തരീകരണം മറ്റുള്ളവർക്ക് ഒരു മാതൃകാ പഠനമാണ്. പൊതുമേഖലാ ബാങ്കുകളുടെ പുനരുജ്ജീവനത്തിനായി 3.5 ലക്ഷം കോടിയുടെ മൂലധനം ഭരണകൂടം ഉറപ്പാക്കിയതായി അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഈ ദശാബ്ദം നിർണായകമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മുംബൈയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 90ാം വാർഷികാഘോഷ പരിപാടിയായ RBI at 90യിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി കോടതി ഈ മാസം 15 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മാർച്ച് 21-നാണ് AAP നേതാവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത്. ED കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് മുഖ്യമന്ത്രി കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെയാണ് റൂസ് അവന്യൂ കോടതിയിലെ പ്രത്യേക CBI കോടതിയുടെ ഉത്തരവ്. കടമെടുപ്പ് പരിധിയിലെ കേരളത്തിന്റെ പ്രധാന ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ഓരോ സംസ്ഥാനത്തിനും എത്ര രൂപ കടമെടുക്കാമെന്നത് ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. കൂടുതൽ കടമെടുക്കാൻ കേരളത്തിന് നിലവിൽ അനുവാദമില്ല. തൽക്കാലം കടമെടുക്കാൻ കേന്ദ്ര നിബന്ധന പാലിക്കണം. 1 വർഷം അധിക കടം എടുത്താൽ അടുത്ത വർഷത്തിൽ നിന്നും കുറയ്ക്കാൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഭരണഘടനയുടെ 293-ാം അനുച്ഛേദം ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അതിനാൽ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. 3500 കോടി രൂപയോളം വരുന്ന നികുതി കുടിശ്ശിക കോൺഗ്രസിൽ നിന്നും ഉടൻ ഈടാക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ. 2024 ജൂലൈ വരെ പാർട്ടിക്കെതിരെ നടപടി സ്വീകരിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് തീരുമാനം. കേസ് ജൂലൈയിൽ പരിഗണിക്കുമെന്ന് പരമോന്നത കോടതി അറിയിച്ചു. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 89 മണ്ഡലങ്ങളിലേക്ക് വ്യാഴാഴ്ച വരെ പത്രികകൾ സമർപ്പിക്കാം. 2ാം ഘട്ടത്തിൽ ഏപ്രിൽ 26-നാണ് വോട്ടെടുപ്പ്. 5-ാം തീയതി സൂക്ഷ്മ പരിശോധന നടക്കും. 8-ാം തീയതി വരെ പത്രിക പിൻവലിക്കാം. സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് പ്രചാരണം സജീവം. സ്ഥാനാർത്ഥികൾ മണ്ഡല പര്യടനത്തിലാണ്. വിവിധയിടങ്ങളിൽ സംഘടിപ്പിക്കുന്ന യോഗങ്ങളിലും സമ്മേളനങ്ങളിലും പങ്കെടുത്ത് പരമാവധി വോട്ടർമാരിലേക്ക് എത്താനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. ആലപ്പുഴ, കോട്ടയം, കൊല്ലം എന്നിങ്ങനെ 3 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണ് മാവേലിക്കര. മണ്ഡലത്തിൽ ഇക്കുറി നടക്കുന്നത് വാശിയേറിയ പോരാട്ടം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. മാവേലിക്കരുടെ മനസ്സിൽ ഇടം നേടാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് മുന്നണികൾ. ഈസ്റ്റർ, വിഷു ആഘോഷ പരിപാടികൾ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും പ്രചരണത്തിലുള്ള വേദിയാക്കി മാറ്റി. സ്ഥാനാർത്ഥികളുടെ ചിത്രം പതിച്ച ആശംസാ കാർഡുകൾ പ്രവർത്തകർ എല്ലാ വീടുകളിലും എത്തിച്ചിട്ടുണ്ട്. ഇഫ്താർ വിരുന്നുകളിലും സ്ഥാനാർത്ഥികളുടെയും നേതാക്കളുടെയും സാന്നിധ്യവുമുണ്ട്. UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ മണ്ഡലം പര്യടനം നാളെ തുടങ്ങും. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം 7-ാം തീയതി ചെന്നിത്തലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കും. NDA സ്ഥാനാർത്ഥി ബൈജു കലാശാല ചെങ്ങന്നൂർ, ബുധന്നൂർ, ചെന്നിത്തല തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി. മാവേലിക്കര മണ്ഡലത്തിൽ ഇതുവരെ ഒരാൾ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിത ചട്ടം പാലിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മാവേലിക്കരയിൽ തെരഞ്ഞെടുപ്പ് വിഭാഗം പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പരിശീലനം മറ്റന്നാൾ ആരംഭിക്കും. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഐക്യജനാധിപത്യ മുന്നണി വനിതാ ഫോറം സംഘടിപ്പിച്ച മഹിളാ ന്യായ് കൊല്ലം പാർലമെന്റ് കൺവെൻഷനിൽ പങ്കെടുത്തു. വൈകിട്ട് അച്ചൻകോവിൽ ക്ഷേത്രാങ്കണത്തിൽ സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയിലും അദ്ദേഹം പങ്കെടുക്കും. കുണ്ടറ മണ്ഡലത്തിലാണ് LDF സ്ഥാനാർത്ഥി M. മുകേഷിന്റെ ഇന്നത്തെ പര്യടനം. NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരിയുമായി കൂടിക്കാഴ്ച നടത്തി.
കാസർഗോഡ് കൊല്ലപ്പെട്ട റിയാസ് മൌലവിയുടെ ഘാതകർക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി നിയമത്തിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസ് അന്വേഷണത്തിലും വിചാരണയിലും സുതാര്യതയും തികഞ്ഞ സത്യസന്ധതയുമാണ് അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും പുലർത്തിയതെന്നും അതിൽ ഒരു ഘട്ടത്തിലും ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വർഷത്തിലേക്ക്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ഇന്ന് തിരുവനന്തപുരം ആകാശവാണി അങ്കണത്തിൽ തുടക്കമാകും. വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന ചടങ്ങ് പ്രശസ്ത സാഹിത്യകാരൻ ജോർജ് ഓണക്കൂർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ MG ശശിഭൂഷൺ മുഖ്യാതിഥിയാകും. 1943 ആരംഭിച്ച തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷൻ 1950 ഏപ്രിൽ 1-നാണ് ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായത്. പ്രക്ഷേപണ യാത്ര 75 വർഷത്തോടടുക്കുമ്പോൾ ആ സന്തോഷം വിപുലമായി തന്നെ ആഘോഷിക്കാനൊരുങ്ങുകയാണ് ആകാശവാണി തിരുവനന്തപുരം നിലയം. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഇടുക്കി ഹൈറേഞ്ചിലെ ബോട്ടിംഗ് സെന്ററുകൾ സജീവമായി. ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് ടൂറിസം കേന്ദ്രങ്ങളിലെത്തുന്നത്. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ. ഇടുക്കി ജില്ലയിലേക്ക് ഏറ്റവുമധികം വിനോദസഞ്ചാരികൾ എത്തുന്ന സമയമാണ് ഏപ്രിൽ മെയ് മാസങ്ങൾ. അധ്യയന വർഷം അവസാനിച്ച് മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഹൈറേഞ്ചിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവും വർദ്ധിച്ചു. ഇതോടെ ബോട്ടിംഗ് സെന്ററുകൾ കൂടുതൽ സജീവമായി. ബോട്ടിംഗ് ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് മൂന്നാർ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നത്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു. ഇത് ഈ മേഖലയിൽ നിന്നും വരുമാനം കണ്ടെത്തിയിരുന്നവർക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. മൂന്നാറിലേക്ക് എത്തുന്ന വലിയൊരു വിഭാഗം സഞ്ചാരികളും ബോട്ടിംഗ് സെന്ററുകളിൽ എത്തിയ ശേഷമേ മടങ്ങാറുള്ളൂ. വരും ദിവസങ്ങളിൽ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. സാമ്പത്തിക വർഷത്തെ ആദ്യ പ്രവൃത്തി ദിവസമായ ഇന്ന് ട്രഷറി തുറന്നു പ്രവർത്തിക്കുമെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ നിർദ്ദേശിച്ച നികുതി, ഫീസ് വർധനയും ഇളവുകളും ഇന്നു മുതൽ പ്രാബല്യത്തിൽ. സംസ്ഥാനത്ത് ശക്തമായ കടലാക്രമണത്തിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളിലാണ് കടൽക്ഷോഭം രൂക്ഷമായത്. പലയിടങ്ങളിലും കടൽ 100 മീറ്ററോളം കരയിലേക്ക് കയറി. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ഇന്ന് രാത്രിയും ഉയർന്ന തിരമാലയും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്. കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് വ്യാപകമായ രീതിയിലുള്ള കടലാക്രമണത്തിന് കാരണം. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം. അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. തിരുവനന്തപുരത്ത് തീരപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടൽക്ഷോഭത്തിൽ തകർന്നു. ഇന്നലെ രാത്രിയാണ് ബ്രിഡ്ജ് പൂർണ്ണമായും തകർന്നത്. മേഖലയിൽ കടൽക്ഷോഭം ഇപ്പോഴും രൂക്ഷമാണ്. IPL-ൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കളിച്ച 2 കളികളും പരാജയപ്പെട്ട മുംബൈ പട്ടികയിൽ ഏറ്റവും താഴെയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ഹൈദരാബാദിനെ നേരിടും. ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ബ്രഹ്മരഥോത്സവം ഇന്ന് നടക്കും. മുഖ്യ തന്ത്രി നിത്യാനന്ദ അടികയുടെ കാർമ്മികത്വത്തിൽ വൈകുന്നേരം 5 മണിക്കാണ് രഥോത്സവം. മുഹൂർത്ത ബലി, രഥാരോഹണം എന്നിവയ്ക്ക് ശേഷമാണ് മുഖ്യ ചടങ്ങായ രഥോത്സവം നടക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഉണർവ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 392 പോയിന്റ് നേട്ടത്തിൽ 74,035-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 140 പോയിന്റ് ഉയർന്ന് 22,467-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. ഗ്രാമിന് 6,360 രൂപയും പവന് 680 രൂപ വർദ്ധിച്ച് 50,880 രൂപയുമാണ് ഇന്നത്തെ വില. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കും. കഴിഞ്ഞ മാസത്തെ റേഷൻ ശനിയാഴ്ച വരെ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഇത്. ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ റിസർവ് ബാങ്ക് വലിയ പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുംബൈയിൽ RBIയുടെ 90-ാം വാർഷിക പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. അധിക കടമെടുപ്പിനായുള്ള കേരളത്തിന്റെ പ്രധാന ഹർജി സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം സജീവം. 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പത്രികാ സമർപ്പണം വ്യാഴാഴ്ച വരെ. പൊതുജന സേവന പ്രക്ഷേപണ രംഗത്തെ മികവുമായി ആകാശവാണി തിരുവനന്തപുരം നിലയം 75-ാം വർഷത്തിലേക്ക്. വാർഷികാഘോഷ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി ഹൈദരാബാദ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.